പക്ഷേ പൊതുസ്ഥലത്താണ് സിഗരറ്റ് വലിക്കുന്നത്, കുറച്ചൊന്ന് മാറി നിന്നാണ് വിളിച്ചൂടെ. ആ മാഷെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. ആ ശരി. ഓഫീസിലുണ്ട് വരും. മാഷെ നമ്മൾ വിളിപ്പിച്ച രക്ഷിതാവ്. ആ വരി ഇരിക്കി. മാഷെ എന്നാൽ ഞാൻ ക്ലാസ് പോട്ടെ. എനിക്ക് അബ്ദുൾ പോലെ മാഷി ഇരിക്കി. നിങ്ങൾ വിളിപ്പിച്ച കാര്യം ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളെ കുട്ടി കോളേജിൽ മദ്യം ചേർത്ത് കഴിച്ചതിനാണ് വിളിച്ചത്. അതിപ്പോൾ അബ്ദുമാഷങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞില്ല മാഷേ? ആ ഞാൻ പറഞ്ഞേക്കണേ. സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾ ഈ ദുശ്ശീലങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനുള്ള പരിഹാരങ്ങൾ കാണണം. ഇല്ലെങ്കിൽ ടീസി വാങ്ങി പോകണം. ഞാൻ മദ്യപിക്കാറുമില്ല, പുകവലിക്കാറുമില്ല. ഇത്തരം ശീലങ്ങളൊക്കെ കുട്ടികൾ അനുകരിക്കൽ ഒന്നുകിൽ രക്ഷിതാക്കളെടുത്തുനിന്ന് അല്ലെങ്കിൽ അധ്യാപകരെടുത്തുനിന്ന്. ഈ സ്കൂളുകളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ ചില അധ്യാപകർ മദ്യപിക്കാറുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാം. കഴിഞ്ഞ ദിവസം ഞാൻ ചായക്കടയിൽ കയറുന്ന സമയത്ത് മാഷ് അവിടെ സൈഡിൽ നിന്ന് പുകവലിക്കണത് ഞാൻ കണ്ടതാ. അതിന് എൻ്റെ കുട്ടിയിൽ എന്തെങ്കിലും ദുശീലം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സ്കൂളിനാണ്. ഇതിന് മാഷ് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇനിയും ഞങ്ങോട്ട് വരുത്തരുത്. നിങ്ങളിവിടെ വരി നമുക്ക് സംസാരിക്കാം. അല്ല എനിക്ക് ഇനിയും പറയണ്ടേ.